എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദേ നമ്മളൊരു 4G ക്യാമറ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദേ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 4G ക്യാമറയാണ്. നമുക്കിതിനകത്ത് 4G സിം ഇടാം. അതുപോലെ തന്നെ 128 GB വരെയുള്ള SD കാർഡും നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ നമുക്ക് ക്യാമറ അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് ബോക്സ് വരുന്നത് കേട്ടോ. നല്ലൊരു സേഫ് പാക്കേജിംഗ് ആണ് നമുക്ക് വരുന്നത്. അടിയിലായിട്ട് നമുക്ക് ക്യാമറ കാണാൻ പറ്റും. നമ്മളുടെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഫ്രണ്ട്സ്. ക്യാമറ ഒന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാൻ കണ്ടോ. അതിൻ്റെ മുന്നിൽ 2 IR LED കാണാം. അതുപോലെ തന്നെ നമ്മുടെ ലെൻസും കാണാം. ഇതിൻ്റെ താഴെയായിട്ട് ഒരു സ്പീക്കർ ഗ്രില്ല് പോലെ കാണുന്നതാണ് നമ്മുടെ സിം ഇടുന്നതും അതുപോലെ തന്നെ SD കാർഡ് ഇടുന്നതും അവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അഴിച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തതിൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹോളോഗ്രാം സ്റ്റീൽ കാണാം. മാനുഫാക്ചർ ഡേറ്റൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല മൊബൈൽ ആപ്പ് വഴി. ഇങ്ങനത്തെ ക്യാമറ ആണ് ഒരുപാട് കാലം നിൽക്കുന്നത്. ടിൽറ്റ് ചെയ്യുന്ന ക്യാമറയൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞാൽ പൊടി കയറി സ്റ്റക്കായിട്ട് സാധനം വർക്കാവാതെ അതുപോലെ തന്നെ തിരിയാതെയൊക്കെ വരും. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ഫിക്സ്ഡ് ആയിട്ട് വരുന്ന 4G അല്ലെങ്കിൽ വൈഫൈ ക്യാമറകളായിരിക്കും ഇത്തിരി കാലം ഉപയോഗിക്കാനായിട്ട് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന അഡാപ്റ്റർ സെറ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇതേപോലെ അഡാപ്റ്ററും അതിൻ്റെ കണക്റ്റേഴ്സും കാര്യങ്ങളും എല്ലാമാണ് അതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സിം ഇടാം. അല്ലെങ്കിൽ SD കാർഡ് ഇടാം. സിം ഇപ്പോൾ നമ്മൾക്ക് ഇടാനില്ല. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ ക്ലിപ്പ് നമ്മൾ കൈകൊണ്ട് നീക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഒന്നില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ടെസ്റ്റർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് പതുക്കെ തിക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ടോപ്പ് ഊരിപ്പോരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സിം ഇടാനുള്ളതും അടിയിലെത്തത് SD കാർഡ് ഇടുന്നതാണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു റീസെറ്റ് ബട്ടണും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ തന്നെ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു PCB ആണ് ഉള്ളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു SD കാർഡ് 64 GB ഒരു SD കാർഡാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ SD കാർഡ് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 64 GB ക്ലാസ് A അല്ലെങ്കിൽ ക്ലാസ് 10 എന്നൊക്കെ പറഞ്ഞ കൂടിയ സ്പീഡുള്ള ഒരു SD കാർഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകൾ തന്നെ നിങ്ങൾ വാങ്ങിയിടണം കേട്ടോ. അതിന് കാരണമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാർഡുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ക്യാമറയ്ക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം സ്മൂത്തായിട്ട് നടക്കും. അപ്പം നമ്മൾ കുറഞ്ഞ ക്ലാസ് അതായത് ക്ലാസ് 4 അങ്ങനെ കുറഞ്ഞ SD കാർഡുകളുണ്ട് വില കുറഞ്ഞത്. അതാണ് നമ്മൾ ഇടുന്നതെങ്കിൽ വീഡിയോ റെക്കോർഡിങ് ഇത്തിരി ലാഗ് വരാനും അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ SD കാർഡ് തന്നെയിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ക്യാപ്പൊക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ ക്യാമറ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. കണ്ടോ? അപ്പോൾ അതിങ്ങനെ ഇരിക്കും. അതിന് ശേഷം അടിയിൽ വരുന്ന ആ പീസ് നമ്മൾ ആ അഡാപ്റ്ററും കാര്യങ്ങളും അതിൻ്റെ കണക്ഷൻസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തതിന് ശേഷം ഈ വയറിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മളൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് നമ്മൾ മൗണ്ട് ചെയ്യാം ഭിത്തിയിലേക്ക്. സിം ഇട്ടിട്ട് മൗണ്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഫോൺ ത്രൂ സ്കാൻ ചെയ്ത് നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് കവറേജ് ഉള്ള സിം നോക്കി ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.